ഹലോ ഹായ്, നമുക്കിന്ന് അത്തിപ്പഴം തിന്നാവേ. കടയിൽ നിന്ന് വാങ്ങിച്ച അത്തിയാണ് ഇത്. അത്തിപ്പഴം ഞാൻ ഇതുവരെ ഇങ്ങനെ ഫ്രഷായിട്ടുള്ള അത്തിപ്പഴം തിന്നിട്ടില്ല. ഞങ്ങൾ ഇന്നാളെ ഒരു തോട്ടത്തിൽ പോയപ്പോൾ ഇത് കണക്ക് അവിടുന്ന് പറിച്ച് അത്തിപ്പഴം തിന്നു. ഇത് ഇത്ര എണ്ണത്തിന് 3, 3, 2, 5 ഇത്ര എണ്ണത്തിന് $7 ഇത്ര എണ്ണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അത് അവിടെ വെച്ച് പറിച്ച് തിന്നപ്പോഴത്തേക്കിനും ഒരു ചെറിയ മധുരം, അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള അത്തിപ്പഴം എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ, ഇങ്ങനെ തന്നെ ഇരുന്ന് ഞാൻ അവിടുത്തെ തോട്ടത്തിൽ നിന്ന് പറിച്ചപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്ന്. ഇതാണ് നമ്മുടെ ഒറിജിനൽ കറക്റ്റ് അത്തിപ്പഴം. ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട്, ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കാ പിടിച്ച് കിടക്കുന്നത്. അത് കാട്ടത്തി, അത് കൊള്ളത്തേ ഇല്ല, അത് തിന്നാൻ കൊള്ളുന്നതല്ല. അത് ചിലരൊക്കെ ഇങ്ങനെ കറി വെക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് വെക്കും. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഇതാണ് ഒറിജിനൽ അത്തിപ്പഴം. അപ്പം ഇതെങ്ങനെ ഉണ്ടെന്ന് തിന്ന് നോക്കട്ടെ. ഇത് വാങ്ങിച്ചതാണ്, മറ്റേ ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതായിരുന്നു. ഇത് ഒരു ചെറിയൊരു മധുരം, ആ തിന്ന കണക്ക് തന്നെ. ഈ അത്തിപ്പഴം എപ്പോഴും ഉണ്ടാകുന്നതില്ല, ചുവട്ടിലല്ല, കാട്ടത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് നിറച്ചിങ്ങനെ ഉണ്ടാകുന്നത്. മറ്റേ അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന ഫ്രണ്ടിൽ അതിൻ്റെ ശേഖരത്തിൻ്റെ തുമ്പത്തായിട്ടൊക്കെയാണ്. അത് നിങ്ങൾക്ക് കാണാം, ഞാനൊരു വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, പറിച്ചപ്പോൾ എടുത്തായിരുന്നു. മോള് വശത്തൊക്കെയാണ് അതിൻ്റെ കായ് ഇങ്ങനെ വന്ന് പഴുത്ത് ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങളിതിൻ്റെ ഡ്രൈ ആയിട്ട് വാങ്ങിച്ചു. പക്ഷേ ഈ ഡ്രൈ ആയിട്ടുള്ളത് അത്തിപ്പഴം തിന്നാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് പഞ്ചസാരയൊക്കെ ഇട്ട് വിളയിച്ച് മിഷനിലെ പതിച്ചൊക്കെ ഉണ്ടാക്കുന്നതല്ലേ ഉണ്ടാകും. ഇത് നല്ല ടേസ്റ്റാണ്. ഡ്രൈ തിന്നാൻ നല്ല രസമാണ്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ച് തിന്നും, നല്ല മധുരം. എനിക്ക് അത് എന്നാന്ന് വെച്ചാൽ ഇത് മുഴുവൻ പഞ്ചസാരയോ തേനാണ്ടൊക്കെ ഇട്ട് വിളയിച്ചെടുക്കുന്നു, അങ്ങനെ ആണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതിന് ഇത്ര മധുരം വന്നേക്കുന്നത്. അല്ലെ ഇത്ര മധുരം ഒന്നും വരത്തില്ല. കണ്ടോ, ഇതാണ് ഡ്രൈ. പക്ഷേ ഒത്തിരി ഗുണമുള്ള സാധനമാണ് ഡ്രൈ ഫ്രൂട്ട്. ഇതിനൊരു സ്വല്പം പോലെ ചെറിയ ഒരു മധുരമേ ഉള്ളൂ. അപ്പോൾ ഇനി വഴിയിൽ നിന്നുള്ളവർ നല്ല അത്തിപ്പഴമാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും വാങ്ങിച്ച് പറിച്ച് തിന്നേക്കല്ല, അത് കാട്ടത്തിയാണ്. അതിനകത്ത് ഇങ്ങനെയുള്ളതില്ല, ഇതിനകത്ത് അങ്ങനെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ അവണൊക്കെ തന്നെയാണ് നേഴ്സറിക്കാരും തരുന്നുണ്ട്, നമ്മളെ നാട്ടിൽ ഇഷ്ടം പോണൊക്കെ ഉണ്ടാകുമെന്നുമുണ്ട്, പക്ഷെ ഉണ്ടാകത്തില്ല. ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്, മരത്തേൽ കായ ഉണ്ടായത് ഞാൻ വാങ്ങിച്ച് വെച്ചു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് അങ്ങ് പൊഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല. നല്ല വിലയാണ്. ഇത് കൂടുതലും തണുപ്പ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത്, പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പല പല വെറൈറ്റിയാണ് ഓരോ തണുപ്പ് സ്ഥലത്തുണ്ടാകുന്നത്. നമുക്ക് അവക്കാടൊക്കെ കണക്ക് തണുപ്പ് സ്ഥലത്തുണ്ടാകുന്നത്, അല്ലാത്തടത്തുണ്ടാകുന്നത്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. അത് കണക്കാം. അപ്പം കണ്ടല്ലോ, ഒറിജിനൽ അത്തി കണ്ടല്ലോ അല്ലേ. ഓക്കെ, ബൈ.